നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് BFS കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇവിടെ ഒരു ഗ്രാഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ 1 2 3 4 5 6 7 8 9 10 വെർട്ടെക്സ് കാണാൻ സാധിക്കും. അത് പരസ്പരം എഡ്ജുകൾ വഴി കണക്ട് ചെയ്തതും കാണാം. നമ്മളിനി ചെയ്യാൻ പോകുന്നത് റാൻഡമായിട്ട് ഒരു വെർട്ടെക്സ് എടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള വെർട്ടെക്സ് എടുക്കാം. ഞാനിവിടെ 1 എന്നെടുക്കുകയാണ്. 1 എന്നുള്ള വെർട്ടെക്സിൽ നിന്നും 1 ഞാൻ വിസിറ്റ് ചെയ്യുകയാണ്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം 1 അതുമായിട്ട് കണക്ട് ചെയ്ത് 4 2 നിൽക്കുന്നത് കാണാം. ഞാനിനി ട്രാവേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ 1 എന്നുള്ള വെർട്ടെക്സ് എടുത്തു. അതിനുശേഷം ഞാൻ 2 എന്ന ഓർഡർ എടുക്കണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ 4 രണ്ടാമത് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം 2 സെലക്ട് ചെയ്തു. അപ്പോൾ 1 കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെ 1ൻ്റെ സബായിട്ടുള്ള അല്ലെ 1ൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 വെർട്ടെക്സ് നമ്മളിവിടെ എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ 1 4 2 എന്ന് ഞാൻ ഈ ക്യൂവിൽ എഴുതുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഇതൊരു ക്യൂ പോലെയാണ് BFS, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്. DFS, ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച് അങ്ങനെ ഇരിക്കുക, ഒരു സ്റ്റാക്ക് പോലെയാണ്, നമുക്കത് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്യൂവിലേക്ക് 1 4 2 ഈ 3 വാല്യൂസ് എടുത്തിട്ടു. അതിൽ നമ്മൾ ഓൾറെഡി ഈ 1 എന്നുള്ള നോഡ് വെർട്ടെക്സ് നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് പറഞ്ഞു ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആദ്യം വന്ന വെർട്ടെക്സ് 1 അത് നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞു, എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ശരിയല്ലേ? എക്സ്പ്ലോറേഷൻ കംപ്ലീറ്റ് ആകണം 4 2 എടുക്കുമ്പോൾ. ഓക്കെ, ഇനി ഞാൻ അടുത്തവരെ എടുക്കാൻ പോകുന്നത് 4 എന്നുള്ള വെർട്ടെക്സാണ്. തൊട്ടടുത്ത 1ന് തൊട്ട് ചേർന്നിരിക്കുന്ന വെർട്ടെക്സ് 4 അതെടുക്കുകയാണ്. ഈ 4 എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാം? 4 അഡ്ജസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു വെർട്ടെക്സ് 3 മാത്രമാണ് അല്ലേ. അതുകൊണ്ട് ഞാനിവിടെ 3 എടുക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ 3 എടുത്ത് കഴിയുമ്പം 4 അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള 2 വെർട്ടെക്സും ഓൾറെഡി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ, 1 3. അപ്പം അതുകൊണ്ട് ഞാൻ 4 ഇവിടെ വെട്ടുകയാണ്. ഇനി നമുക്കെടുക്കാം, നമുക്ക് അടുത്തായിട്ട് എടുക്കേണ്ടത് 2. ഓക്കെ, ഒരു ലെവൽ കഴിഞ്ഞു. ഇനി അടുത്ത എടുക്കേണ്ടത് 2 അല്ലേ. ഒരു ലെവലായിട്ടാണ് നമ്മൾ തീർത്ത് പോവുക. അപ്പോൾ ഇവിടെ നമ്മൾ 4 എടുത്ത് തീർത്തു. അടുത്തത് ഇനി വരേണ്ടത് ഇങ്ങോട്ടാണ്, 2ലേക്കാണ് വരേണ്ടത്. നമ്മളിനി 2ൻ്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? 2ൽ നിന്നും പ്രധാനമായിട്ടും 4 സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത് അല്ലേ. 1 2ൽ നിന്നും 3ലേക്ക്, 3 അഡ്ജസ്റ്റൻ്റാണ് 2ൻ്റേത്, 5 അഡ്ജസ്റ്റൻ്റാണ്, 7 അഡ്ജസ്റ്റൻ്റാണ്, 8 അഡ്ജസ്റ്റൻ്റാണ്. എനിക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ഈ വാല്യൂ എടുക്കാൻ പറ്റും. ഞാൻ തൽക്കാലം 2ൽ നിന്നും 3ലേക്ക്, 3 ഓൾറെഡി നമ്മൾ 4ൻ്റെ കൂടെ എഴുതിയതാണ്. അതുകൊണ്ട് ഇനി ഞാൻ എഴുതാൻ പോകുന്നത് 2ൽ നിന്നും 7. എനിക്ക് വേണമെങ്കിൽ 7 എഴുതാം, അല്ലെങ്കിൽ 5 എഴുതാം, അല്ല 8 എഴുതാം. അപ്പം ഞാൻ ആ ഓർഡറിൽ തന്നെ എഴുതി പോകുന്നുള്ളേ ഉള്ളൂ. 2ൽ നിന്നും 5ലേക്ക് പോകുന്നുണ്ട്, 2ൽ നിന്നും 7ലേക്ക് പോകുന്നുണ്ട്, 2ൽ നിന്നും 8ലേക്ക് പോകുന്നുണ്ട്. ഞാൻ ഈ 3 കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ 2ൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള എല്ലാ വെർട്ടെക്സുകളും നമ്മൾ എടുത്തു. അതുകൊണ്ട് ഞാനിനി 2 കളയുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്തു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എങ്ങോട്ടാണ് പോവുക? ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്തു. അടുത്തതായിട്ടുള്ളത് 3 എന്നുള്ളതാണ്. നമ്മൾ ഈ ക്യൂ നോക്കുമ്പോൾ അടുത്തത് 3. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണല്ലോ. ആദ്യം വന്നത് ഇനി ഉള്ളതിൽ 3, അത് 3 എടുക്കുന്നു. 3ൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് 2 വാല്യൂ കാണാം. അത് ഏതൊക്കെയാണ്? 1 9. ഞാൻ ആ ഓർഡർ എഴുതുന്നുള്ളേ ഉള്ളൂ. 9. അടുത്തത് 10. ശരിയല്ലേ? അപ്പോൾ അത്തരത്തിൽ ഞാൻ ഈ എൻ്റെ എഴുതി. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. 3 കംപ്ലീറ്റ് ആയി, അടുത്ത 5ലേക്ക് പോകാം. 5ൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഏതാ ഉള്ളത്? 5ൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ 6 ഉള്ളത് അല്ലേ. അപ്പോൾ അവസാനമായിട്ട് 6 എഴുതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും എഴുതിയത് ഒരു സ്പാനിങ് ട്രീ ആക്കി താഴെ വരയ്ക്കാം. ആദ്യം 1 എടുത്തു. 1ൽ നിന്നും നമ്മൾ 4 എങ്ങനെ വേണം വരയ്ക്കാം, ഞാനിങ്ങനെ വരയ്ക്കുന്നുള്ളേ ഉള്ളൂ. 4ലേക്ക് പോയി, 2ലേക്ക് പോയി. ശരിയല്ലേ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? 4ൽ നിന്നും നമ്മൾ 3 എടുത്തത്, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. 3 എടുക്കുന്നു. 3ൻ്റെ താഴെ നമുക്ക് 2 കണ്ടു. 1 9. ഞാൻ വലത്തേക്ക് 9 എഴുതുകയാണ്, ഇടത്തേക്ക് 10. ഈ സ്ട്രക്ചർ തന്നെ ഞാൻ ഫോളോ ചെയ്യുകയാണ്. ഓക്കെ,
ഇപ്പം 3 കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ? ഇനി നമ്മൾ രണ്ടിൻ്റെ താഴെയായിട്ടുള്ള സബ് ഏതൊക്കെയുള്ള രണ്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന ഏതൊക്കെയുള്ള രണ്ടിൽ നിന്നും നമ്മൾ 5 ഇവിടെ 8. ഞാൻ ഈ 3 മുമ്പാണ് ശരിക്കും എഴുതേണ്ടത്. ഞാൻ തീർത്തെഴുതുന്നുള്ളേ ഉള്ളൂ. ഓക്കെ, വരയ്ക്കുമ്പോൾ നിങ്ങൾ 4ൻ്റെ കൂടെ തന്നെ ഈ 3 എഴുതുന്നതിനൊപ്പം തന്നെ ഇത് എഴുതി തീർക്കേണ്ടതാണ്. ഓക്കെ, അടുത്തത് 7 എടുത്തു, അതിനുശേഷം ഞാൻ 8 എടുത്തു. ഓക്കെ, ഈ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അടുത്ത കേസോടെ 5 നിന്നും നമ്മൾ 6 കൂടി എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ. ഇനി അടുത്തത് എന്താ ചെയ്യുക? ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ 5 കംപ്ലീറ്റ് ചെയ്തല്ലേ, 5 നിന്നും ആകെ 6ലേക്ക് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് 7 എടുക്കുകയാണ്. 7 എന്നുള്ള വെർട്ടെക്സ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. 7 ഏതൊക്കെയായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുക? 7 2ലേക്ക് ഒരു കണക്ഷനുണ്ടല്ലേ, 2ലേക്ക് ഒരു കണക്ഷനുണ്ട്. അതേപോലെ ഈ 2 എടുക്കുമ്പോൾ ഈ 3ലേക്ക് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അത് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടില്ല. 2 നിന്നും 3ലേക്ക് ഒരു കണക്ഷനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓൾറെഡി നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് 3. എന്നാലും ഇത്തരത്തിൽ ഈ ഒരു കണക്ഷൻ വരുന്നതിനെ നമ്മൾ ക്രോസ് എഡ്ജ് എന്നാണ് വിളിക്കുക. ക്രോസ് എഡ്ജ്, ഇതിൻ്റെ പറയുന്ന പേര് ക്രോസ് എഡ്ജ് എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് 7 എടുക്കാം. 7 എടുക്കുമ്പോൾ 7 നിന്നും എങ്ങോട്ടൊക്കെയുള്ള 7 നിന്ന് 8ലേക്ക് ഒരു കണക്ഷനുണ്ട്. അതായത് 7 നിന്നും 8ലേക്ക് ഒരു കണക്ഷൻ. പിന്നെ 7 നിന്ന് എങ്ങോട്ടുള്ള 7 നിന്ന് 2ലേക്ക് ഒരു കണക്ഷനുണ്ട്. അത് ഓൾറെഡി ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. 2 നിന്നാണ് 7 വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല. അടുത്തത് 7 നിന്ന് 5ലേക്കുണ്ട്. 7 നിന്ന് 5ലേക്ക് ഇങ്ങോട്ടൊരു കണക്ഷനുണ്ട്, ഒരു ക്രോസ് എഡ്ജ് ഉണ്ട്. ഇതല്ലേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ഉണ്ടോ കണക്ഷൻസ് കൺസിഡർ ചെയ്യാൻ? വേറെ ഒന്നുമില്ല. ഇനി അടുത്തത് 6 നിന്നാണ്. 6 നിന്ന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അപ്പോൾ 7 കഴിഞ്ഞു. അടുത്തത് 8. 8 നിന്ന് എന്തെങ്കിലും കണക്ഷൻ എക്സ്ട്രാ ഉണ്ടോ? 8 നിന്ന് 5ലേക്ക് ഒരു കണക്ഷൻ ഉണ്ടല്ലേ. 8 നിന്ന് 5ലേക്ക് ഒരു കണക്ഷൻ, അത് ഓൾറെഡി നമ്മൾ ഓക്കെ വരച്ചു. അടുത്തത് 8 നിന്നും 7ലേക്കും 2ലേക്കും, 8 നിന്ന് 7ലേക്കും നമ്മൾ 7 എടുത്തപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ വരച്ചിരുന്നു. ഡയറക്റ്റഡ് അല്ല, അതുകൊണ്ട് ഏതെങ്കിലും ഒരു കണക്ഷൻ സ്പെസിഫൈ ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് 8 നിന്നും 5ലേക്ക്, 8 അതോടെ വരച്ചു. ഓക്കെ, അപ്പോൾ 8 കഴിഞ്ഞു. ഇനി അടുത്തത് 9 9 ഓൾറെഡി നമ്മൾ 3 കണക്റ്റഡ് ആണ്, അല്ലാതെ വേറെ കണക്ഷൻ ഒന്നുമില്ല. എൻ്റെ വെർട്ടെക്സ് ആണ്, അതുകൊണ്ട് 9ഉം 10ഉം പ്രത്യേകിച്ച് ഒന്നുമില്ല. 6ഉം അവസാനമുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു സ്പാനിങ് ട്രീ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് BFS സ്പാനിങ് ട്രീ. നമ്മളിവിടെ ക്യൂ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് BFS കൃത്യമായിട്ട് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ കണ്ടതല്ലാതെ ഇനിയും പല രീതിയിൽ നമുക്ക് നേരത്തെ കണ്ട അതേ സ്പാനിങ് ട്രീ ഉണ്ടാക്കാൻ പറ്റും. അതായത് 1ന് ശേഷം നമ്മളെടുത്തത് 4 അവിടെ, വേണമെങ്കിൽ 2 എടുത്തതായിട്ട് എടുക്കാം. അപ്പോൾ ഈ ഓർഡർ മാറും. അതെങ്ങനെയാണെങ്കിലും ഔട്ട്പുട്ട് വ്യത്യാസം വരുന്നില്ല. ഓർഡർ ഷഫൽ ചെയ്താൽ പോലും കിട്ടുന്ന സ്പാനിങ് ട്രീ സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്ന ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ചാണ്, DFS ആണ്. നമ്മൾ ഇതേ സെയിം ഗ്രാഫ് തന്നെ എടുത്തിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞു DFSന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാക്കാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 നിന്ന് തന്നെയാണ്. 1 എന്നുള്ള വെർട്ടെക്സിൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 1 നിന്നും നമ്മൾ 2 ഓപ്ഷൻസ് എടുക്കുന്നുണ്ട്. ആദ്യത്തേത് 4. അപ്പോൾ നമ്മൾ 1 വന്നതിന് ശേഷം നമ്മൾ നേരെ അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള എല്ലാത്തിലേക്കും പോകുന്നില്ല. അതിൻ്റെ ഒരു ചൈൽഡിങ് എടുത്തു, 4 എടുത്തു. ഓക്കെ, ആദ്യം 1 വിസിറ്റ് ചെയ്തു, അതിനുശേഷം 4 വിസിറ്റ് ചെയ്യുകയാണ്. ഞാൻ പാരലലി ഡയഗ്രം കൂടി വരച്ച് പോകാം. നമ്മൾ ആദ്യം 1 എടുത്തു, അതിനുശേഷം ഞാൻ എടുക്കുന്നത് 4. അപ്പോൾ 1ൻ്റെ റൈറ്റ് ചൈൽഡ് ഇപ്പോഴും വിസിറ്റ് ചെയ്യാതെ കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ തൽക്കാലം ഈ പാത്ത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. നമ്മളിതിനെ സസ്പെൻഡ് ചെയ്യുകയാണ്, 1നെ സസ്പെൻഡ് ചെയ്യുകയാണ്. ആ സസ്പെൻഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ഈ സ്റ്റാക്കിലേക്ക് 1 എടുത്തിടുകയാണ്, നമുക്ക് തിരിച്ചു വന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ എടുക്കുന്നത് എന്താണ്? 4 നിന്നും പോകുന്ന പാത്ത് ഏതാണെന്ന് നോക്കുകയാണ്. 4 നിന്നുള്ള എഡ്ജ് ഏതാണെന്ന് നോക്കുകയാണ്. അതേതാണ്? 3 അതുകൊണ്ട് ഇവിടെ 3 ഇൻസേർട്ട് ചെയ്തു, 3 ഇവിടെ വരച്ചു. ഓക്കെ, അപ്പം 3 നിന്നും നമ്മളിപ്പോൾ 3 എടുത്തു, 3 നിന്നും എങ്ങോട്ടാണ് പോകുക നോക്കി. അപ്പോൾ നമ്മളിവിടെ 4 ഇവിടെ പകുതിയാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ 4 എടുത്ത് ഈ സ്റ്റാക്കിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 3ലേക്ക് വന്നു. 3ൻ്റെ ലെഫ്റ്റ് സൈഡിൽ അത് 10, നേരെ 10ലേക്ക് പോയി. അപ്പം 10ലേക്ക്
പോകുമ്പോൾ നമ്മളിവിടെ 3 എന്നുള്ള വാല്യൂ നമ്മളിവിടെ ഇടുന്നുണ്ട്. ഓക്കെ, അതായത് പ്രോഗ്രാമിന് അറിയില്ല 10 ചൈൽഡ് ഇല്ല എന്നറിയില്ല. തൽക്കാലം 3 സസ്പെൻഡ് ചെയ്ത് നമ്മൾ സ്റ്റാക്കിലേക്ക് ഇട്ടു. തിരിച്ചു വന്ന് നമ്മൾ 10ലേക്ക് ട്രാവേഴ്സ് ചെയ്ത് പോയി. ഓക്കെ, നേരെ 10ലേക്ക് വന്നു. അതിന് 10ൽ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ചൈൽഡ് ഏതെങ്കിലും ഉണ്ടോ, അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് 3ലേക്ക് വന്നു. തിരിച്ച് 3ലേക്ക് വന്നു. 3ലേക്ക് വന്നിട്ടോ, 3ലേക്ക് വന്നിട്ട് അതിൻ്റെ അടുത്ത ചൈൽഡ് 9ലേക്ക് പോയി. 9ലേക്ക് പോയി. 10 കഴിഞ്ഞ് 9ലേക്ക് പോയി. ഓക്കെ, ഇനി 9ൽ നിന്നും തിരിച്ചു വന്നു 3. അപ്പോൾ 3 നമ്മൾ കഴിഞ്ഞു. 3ൽ നിന്നും എങ്ങോട്ട് പോകും? 3ൽ നിന്നും 3ൻ്റെ അഡ്ജസ്റ്റൻ്റായിട്ട് മിച്ചമുള്ളത് 2 ആണല്ലേ. ബാക്കിയെല്ലാം 4ഉം 10ഉം 9ഉം നമ്മൾ എടുത്തു. അതുകൊണ്ട് നമ്മളിനി 2ലേക്ക് പോവുകയാണ്. 2ലേക്ക് പോയി. 3ൽ നിന്നും നമ്മൾ 2ലേക്ക് പോയി. ഇനി 2ൽ വന്നതിന് ശേഷം 2ൻ്റെ ചൈൽഡ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണ്. ഇവിടെ 5 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. ഞാൻ തൽക്കാലം ഇപ്പോൾ 8 എടുക്കുകയാണ്. ഓക്കെ, 2ന് ശേഷം 8 എടുത്തു. 2ന് ശേഷം ഞാനിവിടെ 8 എന്നുള്ള വെർട്ടെക്സ് എടുത്തു. ഇനി 8ൻ്റെ ചൈൽഡ് അതിന് താഴേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 8ൻ്റെ വേറെ നമ്മളിവിടെ ഓൾറെഡി 2 നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടാണ് 8ലേക്ക് പോയത്. 2ൽ നിന്ന് 5ലേക്ക് ഉണ്ടായിരുന്നല്ലോ, അത് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മളെടുത്ത് സ്റ്റാക്കിലേക്ക് ഇട്ടിരുന്നു. അപ്പോൾ നമ്മൾ 8 എടുത്തു. ഇനി 8 സസ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ 7ലേക്ക് പോവുകയാണ്. നമ്മൾ 8 നമ്മൾ ഈ സ്റ്റാക്കിലേക്ക് ഇടുന്നു. എന്നിട്ട് നമ്മൾ 7ലേക്ക് പോകുന്നു. ഓക്കെ, 7ലേക്ക് പോകും. ഇനി 7. ഇനി 7ന് വേറെ 2ലേക്കുള്ളൊരു പാത്തുണ്ട്. പക്ഷെ നമ്മൾ അതിലേക്ക് പോകുന്നില്ല, 5ലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ 7 സസ്പെൻഡ് ചെയ്ത് ഇങ്ങോട്ട് ഇടുന്നു. എന്നിട്ടോ നമ്മൾ നേരെ 5ലേക്ക് പോകുന്നു, മുകളിലേക്ക് 5ലേക്ക് പോകുന്നു. ഓക്കെ, നമ്മൾ ഡെപ്തിലേക്ക് പോവുകയാണ്. അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സിലേക്കല്ല പോവുക, അകത്തേക്ക് ഡീപ്പറായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ 7ൽ നിന്നും അടുത്തത് 5ആണ് അല്ലേ. 5ലേക്ക് വന്നു. ഇനി എന്ത് ചെയ്തു? 5ൽ നിന്നും ഏതൊക്കെയാണ് 2ലേക്ക് പോകാം, പക്ഷേ നമ്മൾ ഡീപ്പറായിട്ട് 6ലേക്ക് പോയി. അപ്പോൾ 5 അതിന് ശേഷം 6. അപ്പോൾ 5 നമ്മൾ സസ്പെൻഡ് ചെയ്ത് ഇങ്ങോട്ട് ഇടുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ 6ലേക്ക് പോയി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, 6ൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ? എങ്ങോട്ടും പോകാനില്ല. ഇനി വേറെ ഏതെങ്കിലും വെർട്ടെക്സിലേക്ക് നമ്മൾ വെർട്ടെക്സ് കൺസിഡർ ചെയ്യാത്തതുകൊണ്ടോ? എല്ലാ വെർട്ടെക്സുകളും ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇപ്പം, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ 6ൽ നിന്ന് തിരിച്ച് 5 വരാം അല്ലേ. 6ൽ നിന്നും തിരിച്ച് 5 വരാം. ഈ സ്റ്റാക്ക് ചെയ്യുന്നത് പോപ്പ് ചെയ്യാം. 5 വന്നതിന് ശേഷം 5ൻ്റെ അഡ്ജസ്റ്റൻ്റായിട്ട് അങ്ങോട്ടൊക്കെ ഉണ്ട്. 5ൽ നിന്നും 2ലേക്ക് പോകാം. 5ൽ നിന്നും വേണേൽ 8ലേക്ക് പോകാം അല്ലേ. 5ൽ നിന്നും വേണേൽ 8ലേക്ക് ഇങ്ങനെ പോകാം. 5ൽ നിന്നും വേണമെങ്കിൽ 2ലേക്ക് ഇങ്ങനെ നമുക്ക് ക്രോസ് എഡ്ജ് വരയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ 5 കളഞ്ഞു. ഇനി അടുത്തത് 7 എടുക്കുകയാണ്. 7 എടുത്ത് നോക്കുകയാണ്. 7ൽ നിന്ന് എങ്ങോട്ടൊക്കെ പോകാം? 7ൽ നിന്ന് വേണമെങ്കിൽ 8ലേക്ക് പോകാം. നേരെ ഡയറക്റ്റ് ഒരു പാത്തുണ്ട്. 7ൽ നിന്നും 5ലേക്ക് അങ്ങോട്ടും പാത്തുണ്ട്. ഇനി 7ൽ നിന്ന് 2ലേക്ക് വേണം പോകാം. ഇങ്ങനൊരു ക്രോസ് എഡ്ജ് ഉണ്ടല്ലേ, 2ലേക്ക് പോകാം. ഓക്കെ, നമ്മൾ 7 കളഞ്ഞു. അടുത്തത് 8ആണ്. 8ൽ നിന്നോ ഓൾറെഡി എല്ലാ പാത്തും എടുത്തിരിക്കുന്നു അല്ലേ. 8ൽ നിന്ന് 2ലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. 8ൽ നിന്നും 7ലേക്ക് ഒരു കണക്ഷൻ നമ്മളോട് പറഞ്ഞിരുന്നു. നേരെ ഡയറക്റ്റ് ഒരു പാത്തുണ്ട്. പിന്നെ 8ൽ നിന്നും 5ലേക്ക് നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്. അപ്പോൾ 8 കഴിഞ്ഞ് അടുത്ത് 2ആണ്. 2ൽ നിന്ന് എങ്ങോട്ട് പോകാം? 2ൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ 1ലേക്ക് പോകാം അല്ലേ. 2ൽ നിന്നും 1ലേക്ക് പോകാം. അപ്പോൾ അത് കൺസിഡർ ചെയ്തു. ഓക്കെ, അടുത്തത് 4 എടുത്തോ. 4ൽ നിന്ന് എങ്ങോട്ടാണ് പോവുക? 1ലേക്കാണ് പോവുക. ബാക്കി ഓൾറെഡി നമ്മൾ ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒന്നുകൊണ്ട് തീർന്നു. ഓക്കെ, ഇത്തരത്തിൽ നമ്മളിവിടെ ഒരു DFS സ്പാനിങ് ട്രീ വരച്ചു. ഇതാണ് ട്രീ ട്രാവേഴ്സൽ. ഇപ്പോൾ ഇതിലിവിടെ ഇതല്ലാതെ വേറെയും ഓർഡറിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഞാനൊരു എക്സാമ്പിളായിട്ട് ഒരെണ്ണം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.